ഹലോ വെൽക്കം അഗൈൻ. ദിസ് ഇസ് നിഷാദ് ഫ്രം ഇംഗ്ലീഷ് വാവ്. ബോർഡിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. എസ്പെഷ്യലി, സ്പെഷ്യലി, ഇത് രണ്ടും നമ്മൾ മാറി മാറി കാണാറുണ്ട്. പക്ഷേ മിക്കപ്പോഴും കൺഫ്യൂസ്ഡ് ആക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഫാദർ, ഫേദർ, ഓൾ ടുഗെദർ, ഓൾ ടുഗെദർ, സ്പെല്ലിങ്ങിൽ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ബിസൈഡ്, ബിസൈഡ്സ്. അപ്പോൾ എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം, എന്താണ് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള യൂസ്, അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നമുക്ക് ഈ ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം എസ്പെഷ്യലി. എന്താണ് എസ്പെഷ്യലി? എസ്പെഷ്യലി എന്ന് നമ്മൾ പറയുന്നത് നമ്മൾ പെർട്ടിക്കുലറായിട്ട് അതല്ലെങ്കിൽ ഒരു കാര്യത്തെ നമ്മൾ നോട്ടബിളി നമ്മൾ അതിനെക്കുറിച്ച് പറയുമ്പോഴാണ് എസ്പെഷ്യലി എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കാം. അതൊരു ഉദാഹരണത്തിലൂടെ നമുക്ക് നോക്കാം. ഐ ലവ് ഓൾ ഫ്രൂട്ട്സ് ബട്ട് എസ്പെഷ്യലി സ്ട്രോബെറീസ്. ലുക്ക് അറ്റ് ദാറ്റ്. ഐ ലവ് ഓൾ ഫ്രൂട്ട്സ്, എനിക്ക് എല്ലാ ഫ്രൂട്ട്സും ഇഷ്ടമാണ്. ബട്ട് എസ്പെഷ്യലി, പക്ഷേ പ്രത്യേകിച്ചിട്ട് അവിടെ പെർട്ടിക്കുലർലി അല്ലെങ്കിൽ നോട്ടബിളി. ഓക്കെ, എന്തിഷ്ടമാണ്? സ്ട്രോബെറീസ് ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ അതിൽ നിന്ന് നമ്മൾ നോട്ടബിളായി അതല്ലെങ്കിൽ അതിൽ നിന്ന് പെർട്ടിക്കുലറായിട്ടൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോഴാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? എസ്പെഷ്യലി നമ്മൾ ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? ഇനി നമ്മൾ സ്പെഷ്യലിയിലേക്ക് വരുമ്പോൾ, സ്പെഷ്യലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രത്യേക ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു റീസണെ കുറിച്ചിട്ട് നമ്മൾ പറയുമ്പോഴാണ് എന്തുപയോഗിക്കുന്നത്? സ്പെഷ്യലി ഉപയോഗിക്കുന്നത്. ഫോർ എ സ്പെസിഫിക് പേർപ്പസ് അല്ലെങ്കിൽ ഫോർ എ സ്പെസിഫിക് റീസൺ. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇതാ, ദ കേക്ക് വാസ് മെയ്ഡ് സ്പെഷ്യലി ഫോർ ദ വെഡിങ്. എന്താണ് ഈ കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്? എന്തിനാണ്? സ്പെഷ്യലി. ഈ കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് സ്പെഷ്യലി ഫോർ ദ വെഡിങ്, അല്ലേ? ഈ കല്യാണത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കേക്കാണ് എന്ത്? ഈ കേക്ക്. അപ്പോൾ ഇവിടെ സ്പെഷ്യലി എന്നുള്ളത് എന്താണ്? ഫോർ എ സ്പെസിഫിക് പേർപ്പസ് ആണ്. ഇപ്പോൾ സ്പെഷ്യലി എന്നുള്ളത് ദാറ്റ് ഈസ് ഫോർ എ സ്പെസിഫിക് പേർപ്പസ്. അതുപോലെ തന്നെ എസ്പെഷ്യലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളിൽ നിന്ന് നമ്മൾ പെർട്ടിക്കുലറായിട്ട് നോട്ടബിളായിട്ട് നമ്മൾ പറയുമ്പോഴാണ് പെർട്ടിക്കുലർലി ഉപയോഗിക്കുക. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി നമ്മൾ അടുത്തയിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ farther, farther. So farther refers to ഫിസിക്കൽ ഡിസ്റ്റൻസ്. ഒരു അകലത്തെക്കുറിച്ചിട്ട് നമ്മൾ പറയുമ്പോൾ അത് എങ്ങനത്തെ അകലാണ്? ഒരു ഫിസിക്കലി നമുക്ക് അനുഭവവേദ്യമാകുന്ന ഒരു അകലത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോഴാണ് നമ്മൾ ഫാർദർ എന്ന് പറയാം കേട്ടോ. സോ റെഫേഴ്സ് ടു ഫിസിക്കൽ ഡിസ്റ്റൻസ്. ആൻഡ് ദി എക്സാമ്പിൾ ഈസ്, അപ്പോൾ സ്കൂൾ എവിടെയാണ്? ഫാർദർ ഫ്രം മൈ ഹൗസ്, എൻ്റെ വീട്ടിൽ നിന്ന് അകലെയാണ്. അപ്പോൾ ഇവിടെ ആ വീട് എന്ന് പറയുന്നതും സ്കൂൾ എന്ന് പറയുന്നതും ഒരു ഫിസിക്കലായിട്ടുള്ള റിയാലിറ്റിയാണ്. അപ്പോൾ അങ്ങനെ ഒരു അകലം അവിടെ ഫിസിക്കലി നമുക്ക് പോസിബിൾ ആണ്. സോ ദ സ്കൂൾ ഈസ് ഫാർദർ ഫ്രം മൈ ഹൗസ് ദാൻ ദ പാർക്ക്. അതായത് സ്കൂൾ ദൂരെയാണ് എൻ്റെ വീട്ടിൽ നിന്നും, പാർക്കിനേക്കാൾ അകലെയാണ് എന്നാണ് പറയുന്നത്. സോ ഫാർദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സോ റെഫേഴ്സ് ടു ഫിസിക്കൽ ഡിസ്റ്റൻസ്. ദർ വിൽ ബി എ ഫിസിക്കൽ ഡിസ്റ്റൻസ്. അപ്പോഴാണ് നമ്മൾ ഫാർദർ എന്നുള്ളത് ഉപയോഗിക്കുന്നത്. ഇനി അടുത്തതിലേക്ക് വരുമ്പോൾ ഫർദർ. ദിസ് ഈസ് ഫർദർ. ഇതൊരു മെറ്റഫോറിക്കലായിട്ടുള്ളൊരു ഡിസ്റ്റൻസ് ആണ്. എന്താ മെറ്റഫോറിക്കൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫിസിക്കലായിട്ടുള്ള റിയാലിറ്റി ഒരു ഫിസിക്കൽ ഡിസ്റ്റൻസ് അല്ല, ഒരു മെറ്റഫോറിക്കൽ ഡിസ്റ്റൻസ് ആണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ വി നീഡ് ടു ഡിസ്കസ് ദിസ് ഇഷ്യൂ ഫർദർ. നമുക്ക് ഈ വിഷയം എന്ത് ചെയ്യണം? ഒന്നും കൂടി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അല്ലെങ്കിൽ ഇൻ എ ഗ്രേറ്റ് ഡീറ്റെയിൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ, കൂടുതൽ ഇനിയും ഈ വിഷയം കൂടുതലും അതിനെക്കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്, കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ചും കൂടി മുന്നോട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട് എന്ന് പറയാണ്. സോ ദിസ് ഈസ് എ മെറ്റഫോറിക്കൽ ഡിസ്റ്റൻസ്. ഒരു ആലങ്കാരികമായിട്ടുള്ള ഒരു യൂസാണത് കേട്ടോ. വി നീഡ് ടു ഡിസ്കസ് ദിസ് ഇഷ്യൂ ഫർദർ. നൗ ദ നെക്സ്റ്റ് വൺ ഈസ് ഓൾ ടുഗെദർ. ഓൾ ടുഗെദർ. ഇവിടെ ഓൾ ടുഗെദർ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരല്ലേ ഉള്ളൂ, അല്ലേ? പിന്നെ നമ്മളത് ഒരുമിച്ച് എഴുതുന്ന ഒരു വാക്കാണ്. അപ്പോൾ ഇത് ഇൻ ടോട്ടൽ, കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പറയുമ്പോഴാണ് ഇൻ ടോട്ടൽ. അപ്പോൾ ഇത് ഓൾ ടുഗെദർ. അപ്പോൾ ഇത് ഓൾ ടുഗെദർ എന്ന് നമ്മൾ പറയുന്നത് എന്തിനാണ്? കംപ്ലീറ്റ്ലി ഓർ ഇൻ ടോട്ടൽ. അതായത് മൊത്തത്തിൽ ഒരു കാര്യം, അല്ലേ? ആകെ മൊത്തം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെ പറയുമ്പോഴാണ് ഓൾ ടുഗെദർ ഉപയോഗിക്കുക. സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം. AL മാത്രമേ ഉള്ളൂ, പിന്നെ അത് ഒരുമിച്ച് എഴുതുന്നൊരു വാക്കാണ്. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കൂ നിങ്ങൾ. ഓൾ ടുഗെദർ ദ ട്രിപ്പ് കോസ്റ്റ് us ₹5,000. മൊത്തത്തിൽ ഈ ട്രിപ്പിന് എത്ര രൂപ വന്നു? 5,000 രൂപ വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ മൊത്തത്തിൽ എന്ന് പറയാൻ അല്ലെങ്കിൽ ആകെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓൾ ടുഗെദർ ഉപയോഗിക്കുന്നത് ഈ സ്പെല്ലിങ്ങിൽ കേട്ടോ. അതിൻ്റെ പ്രൊനൗൺസിയേഷൻ സെയിം ആണ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ഓൾ ടുഗെദർ. ഓൾ ടുഗെദർ ഇത് രണ്ട് വാക്കായിട്ടാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്, ഡബിൾ എൽ ഉണ്ട് അല്ലേ. സോ ഓൾ ടുഗെദർ എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത്, എവ്രി വൺ ഇൻ വൺ പ്ലേസ്.
എവ്രി വൺ ഇൻ വൺ പ്ലേസ്. എല്ലാവരും ഒരു സ്ഥലത്ത് വരിക അല്ലെങ്കിൽ അങ്ങനെ കൂടുക എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ഓൾ ടുഗെദർ എന്ന് പറയാം. പിന്നെ അതിൻ്റെ എക്സാമ്പിൾ വെച്ച് നോക്കുമ്പോൾ അതാ ദ ഫാമിലി വാസ് ഓൾ ടുഗെദർ, അല്ലേ, എല്ലാവരും ഒരുമിച്ചുണ്ട് എന്ന് പറയണത്. ദ ഫാമിലി വാസ് ഓൾ ടുഗെദർ ഫോർ ദ ഹോളിഡേ ഡിന്നർ. അപ്പോൾ ഈ ഡിന്നറിൽ ഫാമിലിയിലെ എല്ലാ ആളുകളും ഒരുമിച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഓൾ ടുഗെദർ എന്ന് നമ്മൾ ഇവിടെ പറഞ്ഞത് എന്തിനായിരുന്നു? കംപ്ലീറ്റ്ലി ഓർ ഇൻ ടോട്ടൽ, അല്ലേ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ മോളിൽ ഓൾ ടുഗെദർ എന്ന് ഉപയോഗിച്ചത്. ഇവിടെ എന്താണ്? എല്ലാവരും എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ നമ്മൾ ഓൾ ടുഗെദർ ഉപയോഗിച്ചത്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതും. ആൻഡ് ദ ലാസ്റ്റ് വൺ, ബിസൈഡ്. ദിസ് ഈസ് ബിസൈഡ്. ബിസൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? നെക്സ്റ്റ് ടു, ഒരാളുടെ അടുത്ത് എന്ന് നമ്മൾ പറയില്ലേ, അപ്പോഴാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ബിസൈഡ് ഉപയോഗിക്കുന്നത് കേട്ടോ. സോ ഷീ സാറ്റ് ബിസൈഡ് മീ ഡ്യൂറിങ് ദ മൂവി. അപ്പോൾ സിനിമയുടെ സമയത്ത് അവൾ എൻ്റെ അടുത്തിരുന്നു. അടുത്ത്, ഓക്കെ. അപ്പോൾ ഈ അടുത്ത് എന്നുള്ള അർത്ഥത്തിനാണ് നമ്മൾ ബിസൈഡ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ടു. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ബിസൈഡ്സ്, ഒരു എസ്സും കൂടി നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അർത്ഥം മാറി. ഇൻ അഡീഷൻ ടു, അപ്പോൾ അതിനു പുറമേ, അതിലുപരി എന്നൊക്കെ പറയുന്നതിനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ബിസൈഡ്സ് ഉപയോഗിക്കുന്നത്. ബിസൈഡ്സ്, ഇൻ അഡീഷൻ ടു. ഇതിന് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിസൈഡ്സ് ദ വെദർ, കാലാവസ്ഥക്ക് അപ്പുറത്ത്, അല്ലെങ്കിൽ കാലാവസ്ഥ മാറ്റി നിർത്തുകയാണെങ്കിൽ എന്താണ്? എവ്രിതിങ് അബൌട്ട് ദ ട്രിപ്പ് വാസ് പെർഫെക്റ്റ്. ഇപ്പോൾ കാലാവസ്ഥയെ ഒഴിച്ചു നിർത്തിയ, കാലാവസ്ഥക്ക് പുറമേ അല്ലെങ്കിൽ അതിനെ മാറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രിപ്പ് എല്ലാം അടിപൊളിയായിരുന്നു എന്നാണ് പറയുന്നത്. എവ്രിതിങ് അബൌട്ട് ദ ട്രിപ്പ് വാസ് പെർഫെക്റ്റ്, ഉഷാറായിരുന്നു എന്നുള്ളതാണ്. സോ ബിസൈഡ് എന്നുള്ളത് നെക്സ്റ്റ് ടു, ബിസൈഡ്സ് എന്നുള്ളത് എന്താണ്? ഇൻ അഡീഷൻ ടു, അതിനപ്പുറത്ത് അല്ലെങ്കിൽ അപ്പാർട്ട് ഫ്രം, അതിലുപരി എന്നൊക്കെ നമ്മൾ പറയുമ്പോഴാണ് എന്ത് ഉപയോഗിക്കുന്നത്? ബിസൈഡ്സ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. പിന്നെ ഞങ്ങളുടെ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളുണ്ട്. നിങ്ങളുടെ ഫ്രീ ടൈമിനനുസരിച്ച് ലോകത്തിൻ്റെ ഏത് ഭാഗത്തും നിങ്ങൾക്ക് ഈ കോഴ്സിൽ അറ്റൻഡ് ചെയ്യാം. കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന രൂപത്തിലാണ്. നിങ്ങൾക്ക് ട്രെയിനറുമായിട്ട് 1-on-1 സ്പീക്കിംഗ് പ്രാക്ടീസുകളാണ് ഉണ്ടാവുക. ഡിഫറൻ്റ് ആയിട്ടുള്ള കോഴ്സുകളുണ്ട്. നിങ്ങൾക്ക് ബേസിക് കോഴ്സ്, നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാം. ബേസിക്, അതുപോലെ തന്നെ ഇൻ്റർമീഡിയറ്റ്, അഡ്വാൻസ്ഡ് ലെവലിലുള്ള കോഴ്സുകൾ നമുക്കുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ നമ്പർ കൊടുക്കുന്നുണ്ട്, കോൺടാക്റ്റ് ചെയ്യാം. സോ I'll be back soon again with another useful lesson. Till then, bye bye.